ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൺമണി. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാനൊരു സ്ഥലം വരെ പോവാണ്. എവിടേക്കാണെന്നല്ലേ? ബാംഗ്ലൂർ വരെ പോവാണ് കേട്ടോ. കണ്ണൂർ പോയി, പിന്നെ അമ്പലങ്ങളിൽ പോയി, ഇനി അടുത്ത ബാംഗ്ലൂർക്കാണ്. ഞാൻ മാത്രമല്ല, ചേച്ചിയും മനീഷേട്ടനും കൂടെ വരുന്നുണ്ട്. അപ്പം ഞാൻ കായംകുളത്തു നിന്നാണ് കേട്ടോ കയറിയത്. ചേച്ചിയും മനീഷേട്ടനും ഹരിപ്പാടു നിന്നാണ് കയറുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ, ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ. ഞങ്ങൾ അങ്ങനെ രാവിലെ ആയപ്പം ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. നല്ല തണുപ്പാണ് കേട്ടോ, നല്ല അടിപൊളി ക്ലൈമറ്റാണ്. കായംകുളത്തു നിന്ന് എനിക്ക് ട്രെയിൻ ഉണ്ടായിരുന്നത് 6:30 6:45 ആ ഒരു ടൈമിലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ കിടന്ന് ഉറങ്ങി. രാവിലെ ആയപ്പോഴത്തേക്കിനും ബാംഗ്ലൂർ എത്തി. ഇവിടെ നല്ല ചൂടത്ത് ഞങ്ങൾ വന്നിരിക്കുകയാണ് കേട്ടോ. വേറൊന്നുമല്ല, ഭയങ്കര തണുപ്പാണ്. ചൂടത്ത് വന്നിരുന്നിട്ടും നല്ല വിറയ്ക്കുക ഞങ്ങളെ. മനുഷ്യന് കുഴപ്പമില്ല, എനിക്ക് ഇങ്ങനെ ചേച്ചിക്ക് ഇങ്ങനെ കിടീടാ വിറയ്ക്കുക. അപ്പോൾ ആ വിറയിലൊന്ന് മാറട്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ ചൂടത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഒരാളെ കൂടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. എൻ്റെയും കിങ്ങണി ചേച്ചിയുടെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ആളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആളാണ് ഞങ്ങൾക്ക് സ്റ്റേ ഒക്കെ റെഡിയാക്കി തന്നത്. മനീഷേട്ടനൂടെ ഫ്രണ്ടിൽ പോകുന്നതാണ് കേട്ടോ. കിങ്ങണി ചേച്ചി ആയിരുന്നു ആദ്യം ലുലുവിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കിങ്ങണി ചേച്ചി ഐസ് സ്കേറ്റിങ്ങിലായിരുന്നു കേട്ടോ. അപ്പോൾ ഐസ് സ്കേറ്റിങ്ങിൽ കൂടെ വർക്ക് ചെയ്തായിരുന്നേ സന്തോഷേട്ടൻ. അത് കഴിഞ്ഞ് പിന്നെ അവൾ അവിടെ നിന്ന് ഇറങ്ങി 2-3 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ പോയി ജോയിൻ ചെയ്തു. അങ്ങനെ എനിക്ക് സന്തോഷേട്ടനായിട്ട് പരിചയമായി. അങ്ങനെ ഞങ്ങളുടെ കോമൺ ഫ്രണ്ടാണ് കേട്ടോ സന്തോഷേട്ടൻ. നമുക്ക് റൂമൊക്കെ സെറ്റാക്കി വെച്ചേക്കുന്നിടത്തോട്ട് പോവുകയാണേ. അങ്ങനെ അവിടെ ചെന്ന് ഫ്രഷൊക്കെ ആയതിനു ശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ ഇറങ്ങി കേട്ടോ. ഫുഡ് വരുന്നതിന് മുമ്പ് തന്നെ ചായ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല കൂറ പാട്ട ചായ ആയിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടതേ ഇല്ല. നമ്മുടെ നാട്ടിലെ ആ ചായയുടെ ടേസ്റ്റൊന്നും ഇവിടുത്തെ ചായക്ക് കിട്ടിയില്ല കേട്ടോ. എനിക്കെന്തോ വല്ലാത്ത കുടിക്കുന്ന ആ ഒരു പ്രതീതിയായിരുന്നു. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് നെയ് റോസ്റ്റ് ആയിരുന്നു കേട്ടോ. അവരൊക്കെ മസാല ദോശയൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾക്ക് എല്ലാവർക്കും പൂരി കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഞങ്ങൾ ഫ്രഷൊക്കെ ആയി വന്നപ്പോഴത്തേനും പൂരിയൊക്കെ കഴിഞ്ഞായിരുന്നു. അങ്ങനെ കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി അവിടെയൊക്കെ കണ്ട് അത് കഴിഞ്ഞ് ഉച്ചയായപ്പോഴത്തേക്കിനും നമ്മൾ ബിരിയാണിയാണ് കേട്ടോ കഴിച്ചത്. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല വയറ് നിറച്ച് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് റൂമിൽ വന്നിട്ട് നമ്മൾ നേരെ പോയത് ഈ ഒരു മാളിലേക്കാണ് കേട്ടോ. ഗായ്സ്, ഞങ്ങൾ വേണ്ട പ്രേതത്തിൻ്റെ വീട്ടിൽ പോവാണ് ഗായ്സ്. ഞങ്ങളും പ്രേതത്തിൻ്റെ വീട് കാണാൻ പോവാണ്. ഇവിടെ സന്തോഷേട്ടനാണ് കേട്ടോ ഞങ്ങൾക്ക് വഴി കേട്ടി തരുന്നത്. അപ്പോൾ പ്രേതത്തിൻ്റെ വീട്ടിലൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട്. പ്രേതമെന്ന് പറഞ്ഞിട്ട് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ മേളിൽ നിന്ന്. അപ്പം ഞങ്ങൾ പോവാണേ. വേണ്ട ഞാനുണ്ട്, കിങ്ങിണി ചേച്ചിയുണ്ട്. കിങ്ങിണി ചേച്ചി, മനീഷേട്ടനുണ്ട്, സന്തോഷേട്ടനുണ്ട്. അപ്പം ഞങ്ങൾ പ്രേതത്തിൻ്റെ വീടൊക്കെ ഒന്ന് കാണട്ടെ. പ്രേതത്തെ കണ്ടില്ലേ ഗൈസ്? എങ്ങോട്ടാ? പ്രേതത്തെ കണ്ടില്ലേ ഗൈസ്? ഈ സന്തോഷേട്ടൻ ഞങ്ങളെ പറ്റിച്ച് പ്രേതത്തിൻ്റെ വീടുണ്ടെന്ന് പറഞ്ഞിട്ട് അതെപ്പോഴേ ക്ലോസ് ചെയ്ത്. അതാ ഞങ്ങൾക്ക് ഭാഷ അറിയാത്തത് കൊണ്ട് ഞങ്ങളെ പറ്റിച്ച്. വലിയ നേരത്തെ പ്രേതത്തിൻ്റെ വീട് കാണാൻ പോയതുകൊണ്ട് ഈ മനുഷ്യൻ ഞങ്ങളെ പറ്റിച്ച്. അപ്പം ഇനി വേറെ എന്തെങ്കിലുമൊക്കെ കാണാം. അങ്ങനെ എന്തായാലും പ്രേതത്തിൻ്റെ വീട് കണ്ടില്ല. പിന്നെ DMart കയറി കേട്ടോ. അവിടെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് കയറി. സന്തോഷമായിട്ട് ഞങ്ങളവിടെ അങ്ങൂന്നേ പറഞ്ഞുകൊണ്ട് വരുമായിരുന്നു, നിങ്ങൾക്ക് നല്ല രീതിക്ക് ഓഫറുള്ളൊരു സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മൾ കുറേ സാധനങ്ങൾ അവിടെയൊക്കെ നോക്കി. കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു കേട്ടോ. ഒരുപാടൊന്നും വാങ്ങാൻ പറ്റില്ല, കാരണം നമുക്ക് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുമുണ്ട്. അങ്ങനെ ഞങ്ങൾ റൂമിൽ വന്ന് ഉറങ്ങാനായിട്ട് പോവുകയാണേ. മനീഷേട്ടൻ വേണ്ടി ഇവിടെ ഫോണിൽ കളിക്കുന്നുണ്ട്. നല്ല തണുപ്പാണ് കേട്ടോ, ഒരു രക്ഷയില്ല. കിങ്ങിണി ചേച്ചി വന്ന ഉടനെ ഉറക്കമായി. അങ്ങനെ ഞാനും കിടന്നുറങ്ങി. ഇത് പിറ്റേ ദിവസത്തെയാണ് കേട്ടോ. അപ്പം പിറ്റേ ദിവസം നമ്മൾ എണ്ണിച്ചിട്ട് ഇന്ന് കുറച്ച് അമ്പലങ്ങളിലൊക്കെ കൂടെ കയറിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പം ഞാൻ ഉണർന്നു വന്നിട്ടേ ഉള്ളൂ. കിങ്ങിണി ചേച്ചിയും മനുഷ്യനും ഒക്കെ എണ്ണിച്ച് കുളിച്ചതിന് ശേഷമാണ് എന്നെ വിളിച്ചത് കേട്ടോ. ഞാൻ ഇന്നലെ രാത്രിയിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു
എന്നെ നിങ്ങൾ കുളിച്ചൊരുങ്ങി കഴിഞ്ഞേ വിളിക്കാവൂന്ന്. അങ്ങനെ നമ്മളിതാ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. അപ്പം കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. സന്തോഷേട്ടൻ വരും. സന്തോഷേട്ടൻ വന്നിട്ടാണ് നമ്മൾ അമ്പലത്തിലൊക്കെ പോകാൻ പോകുന്നത്. അപ്പോൾ കഴിക്കാനും സന്തോഷേട്ടൻ വന്നിട്ട് പോയാൽ മതി എന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്കിനും സന്തോഷേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾ പോയി കഴിച്ചിട്ട് ഞാൻ വരുമ്പോഴത്തേന് ലേറ്റ് ആവും, ഇന്നലെ പൂരി കഴിക്കാൻ ഒത്തില്ലല്ലോ, ഇന്ന് ഞാൻ വന്നിട്ട് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ ഇന്നും പൂരി കിട്ടത്തില്ല, അതുകൊണ്ട് നിങ്ങൾ പോയി കഴിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ 3 പേരും കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. നമ്മൾ ഇന്നലെ ഫുഡ് കഴിച്ച ആ ഒരു സെയിം ഹോട്ടലിലേക്കാണ് കഴിക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മളവിടെ ചെന്ന് പൂരിയൊക്കെ കഴിച്ചു. പിന്നെ ഊബർ വിളിച്ചിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. ഇന്ന് പൂരിയാണ് കഴിച്ചത്. പക്ഷേ കിങ്ങിണി ചേച്ചിക്ക് ഇന്നലത്തെ മസാല ദോശയിലായിരുന്നു മനസ്സ് മൊത്തം. പൂരി ഇഷ്ടപ്പെട്ടില്ല, മസാല ദോശയാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. ഇത് മുരുകൻ്റെയും ശിവൻ്റെയും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു അമ്പലമാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു പീസ്ഫുൾ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അവിടെയൊക്കെ തൊഴുതു. പിന്നെ മേളിലേക്ക് കയറി ചെന്നപ്പോഴത്തേക്കിനും ശിവൻ്റെ ഉടുക്ക് ഇങ്ങനെ വലിയ ഒരിതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ വീണ്ടും മേളിലേക്ക് കയറി ചെല്ലുമ്പം അവിടെയാണ് കേട്ടോ അമ്പലം ഉള്ളത്. അങ്ങനെ അവിടെ പിന്നെ കുറേ ഇങ്ങനെ പുരാതന വസ്തുക്കൾ, അതായത് പ്രതിമകളില്ലേ, ഗണപതി പണ്ടുള്ള പ്രതിമകളൊക്കെ ഇങ്ങനെ ആ ഒരു അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ പ്രതിമകളുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാവേ. ഇതിൻ്റെ ഈ ഒരു ഭിത്തിയിൽ കുറേ ഇങ്ങനെ പണിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതോരോ അമ്പലങ്ങളാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഇത് ഏതൊക്കെയാണെന്ന്. ഇത് കണ്ടില്ലേ, ഈ ഒരു മുരുകൻ്റെ ഈ ഒരു പ്രതിമയുള്ളത് ഞാൻ മലേഷ്യയിൽ ആരുടെയോ റീൽസ് ഇങ്ങനെ കണ്ട കൂട്ടത്തിൽ മലേഷ്യയിൽ ഇങ്ങനെ ആ ഒരു പ്രതിമയുടെ കണ്ടിട്ടുണ്ടായിരുന്നു. അതാണെന്ന് സന്തോഷേട്ടൻ പറഞ്ഞ്. പക്ഷേ ഇതിൻ്റെ ഐതിഹ്യങ്ങളൊക്കെ കുറേ ഉണ്ട് കേട്ടോ. അതെല്ലാം സന്തോഷേട്ടൻ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് ഇപ്പുറത്ത് ഏതാണ് തിരുപ്പതിയും ഇപ്പുറത്ത് പഴനിയാണ് കേട്ടോ. പളനി എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. കാരണം നമ്മൾ എല്ലാ പ്രാവശ്യവും പളനിയിൽ പോകുന്നതാണ് കേട്ടോ. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം മാത്രം പോകാൻ പറ്റിയില്ല. എനിക്കാണെങ്കിൽ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മളെല്ലാ പ്രാവശ്യവും ഇങ്ങനെ പോകുമ്പോൾ ഒരു പ്രാവശ്യം പോകാതിരിക്കുമ്പോഴത്തേനുള്ളൊരു ബുദ്ധിമുട്ടില്ലേ. എനിക്കാണെങ്കിൽ അവിടെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പളനിയിൽ നല്ല രസമാണ് അവിടെ പോകാനായിട്ട്. നമ്മൾ പോകുമ്പോൾ എല്ലാം നല്ല തിരക്കായിരിക്കും, എന്നാൽ പോലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടേക്ക് പോകാനായിട്ട്. പളനി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു എന്താ അത് പറയുക, എനിക്കറിയത്തില്ല അത് പറയാനായിട്ട്. പിന്നെ ഇങ്ങനെ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ എന്തോ ഐതിഹ്യം എനിക്ക് സന്തോഷേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ എല്ലാത്തിലും ഒന്നാമത് ശിവനാണ്, അങ്ങനെ എന്തോ ഒരു ഐതിഹ്യമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കത് കറക്റ്റായിട്ട് ഓർമ്മ വരുന്നില്ല. പിന്നെ ആ അമ്പലത്തിൻ്റെ മേൽഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു, 6 മുരുകനാണോ അങ്ങനെ എന്തോ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനും സന്തോഷേട്ടൻ ഒരു ഐതിഹ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തോ ദേഷ്യം വരുമ്പോൾ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അത് മറന്നുപോയി കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയത് ഈ ഒരു മാർക്കറ്റിലേക്കാണ് കേട്ടോ. ഒരുപാട് ഫ്രൂട്ട്സ്, എനിക്കാണെങ്കിൽ ഫ്രൂട്ട്സ് കണ്ടാൽ പ്രാന്താണ്. വേറൊന്നുമല്ല, എനിക്ക് ചോറ് അങ്ങനെയുള്ള സാധനങ്ങളെക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം ഫ്രൂട്ട്സാണ് കേട്ടോ. മുന്തിരി, ആപ്പിള്, ഓറഞ്ച് അതൊക്കെ തിന്നാൻ തന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചോറേ വേണ്ട, ഒന്നുമില്ലാതെ ഞാൻ അത് മാത്രം തിന്നുകൊണ്ടിരുന്നോളും. കാരണം എനിക്ക് അത്രയ്ക്ക് ഫ്രൂട്ട്സ് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇവിടെ കുറേ സ്ട്രോബെറി കിട്ടും പാക്കറ്റിൽ. പക്ഷേ ചിലതൊക്കെ പന്നലായിരിക്കും, നമ്മൾ നോക്കിയെടുക്കണം. ചിലതൊക്കെ കുഴപ്പമില്ല, നല്ലതായിരിക്കും. അങ്ങനെ ഇവിടെ കൂടുതൽ സ്ട്രോബെറി കിട്ടുന്നതുകൊണ്ട് കുറേ സ്ട്രോബെറി വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ സ്ട്രോബെറി അങ്ങനെ എല്ലായിടത്തും കിട്ടൂലല്ലോ. പക്ഷേ ഇവിടെ റോഡിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് പാക്കറ്റിൽ വെച്ച് വിൽക്കുമായിരുന്നു. അങ്ങനെ കുറേ സ്ട്രോബെറി വാങ്ങിച്ച് കഴിച്ചു. പിന്നെ പച്ചക്കറി ഉണ്ട്. ഫ്രൂട്ട്സിൻ്റെ ഏരിയ കഴിഞ്ഞിട്ട് പച്ചക്കറിയിലെ ഏരിയയിലേക്കാണ് ഞങ്ങൾ കയറി പോകുന്നത്. നമ്മുടെ ഇവിടെ ഞാൻ കാണാത്ത കുറേയേറെ പച്ചക്കറികൾ അവിടുത്തെ ആ ഒരു സെക്ഷനിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഇവിടെ ഒന്നും വെക്കാത്ത കുറേയേറെ പച്ചക്കറികൾ അവിടെ ഉണ്ടായിരുന്നു. അതും എന്തൊക്കെയാണെന്ന് സന്തോഷേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് സത്യം പറഞ്ഞാൽ അതും മറന്നുപോയി കേട്ടോ. സന്തോഷേട്ടൻ അവിടുത്തെ ആളായതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ നമുക്ക് ലാംഗ്വേജ് പ്രശ്നം ഉണ്ടായിരുന്നു. കന്നഡ നമുക്ക് അത്രയ്ക്ക് നന്നായിട്ട് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് സന്തോഷേട്ടനായിരുന്നു കേട്ടോ എല്ലാത്തിനും മുമ്പിൽ നിന്നത്. പിന്നെ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. ഇത് എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല. നിങ്ങൾ കണ്ടോ എന്താണ് സംഭവം എന്ന്? വേറൊന്നുമല്ല, പൂവിൻ്റെ സെക്ഷനാണ് കേട്ടോ.
ഇതങ്ങോട്ട് കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. ഒറിജിനൽ പൂവാണോ എന്ന് നമ്മളിങ്ങനെ പിടിച്ച് നോക്കേണ്ടി വരും. കാരണം എനിക്ക് ചില പൂക്കളൊക്കെ കണ്ടപ്പോഴത്തേക്കിനും പ്ലാസ്റ്റിക് പോലെയാണ് തോന്നിയാട്ടെ. ഇതൊക്കെ റോസ, ഇതൊക്കെ നമുക്ക് കാണുമ്പോഴേ അറിയാം നോർമൽ റോസയാണെന്ന്. സന്തോഷേട്ടൻ പറഞ്ഞത് രാവിലെ 3 മണിക്കോ 4 മണിക്കോ എങ്ങാണ്ടാണ് ഇതുപോലെ കച്ചവടം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന്. പക്ഷേ എന്തോരം തിരക്കായിരുന്നു എന്നറിയാവോ, ഇഷ്ടം പോലെ ആൾക്കാരായിരുന്നു. പിന്നെ അതാ ഈ ഇരിക്കുന്ന പൂവുണ്ടോ, അത് ആ ഒരു സൈഡിൽ തിരക്കായതുകൊണ്ട് നമ്മളിങ്ങനെ തള്ളി നമ്മൾ നടക്കേണ്ട ആവശ്യമില്ല, നമ്മളിങ്ങനെ നിന്ന് കൊടുത്താൽ മതി, നമ്മളെ തള്ളിക്കൊണ്ട് ആൾക്കാർ പോയിക്കോളും. ഇതാ കണ്ടോ, റോസയൊക്കെ ആണെങ്കിൽ കെട്ട് കണക്കിനാണ്. പിന്നെ അതാ ഇത് നമ്മുടെ നോർമൽ മുല്ലയല്ല, മണമില്ലാത്ത എന്തോ ഒരു സൈസ് മുല്ലയാണ് കേട്ടോ ഇത്. പിന്നെ മറ്റേ ജമന്തി, ബന്തി ആ ഒരു, പിന്നെ അതാ അത് കണ്ടോ, ഇത് നമ്മുടെ അവിടെ ലേഡീസ് പൂ എന്നാണ് പറയുന്നത്. എല്ലാവരും അതെന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല, കനകാംബരം അങ്ങനെയൊക്കെ പറയും. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഒറിജിനൽ ആണെന്ന് തോന്നത്തേ ഇല്ല. നേരിട്ട് കാണണം, നേരിട്ട് കാണുമ്പോൾ കറക്റ്റ് നമ്മൾ മീഷോയിൽ നിന്നൊക്കെ വാങ്ങത്തില്ലേ പ്ലാസ്റ്റിക് പൂ, അതുപോലെയായിരുന്നു കേട്ടോ. എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി, ബിരിയാണി ആയിരുന്നു. അത് കഴിഞ്ഞ് ട്രെയിൻ വന്നപ്പോൾ ട്രെയിനിൽ കയറ്റി വിട്ടിട്ട് സന്തോഷേട്ടൻ തിരിച്ച് പോവാണ് കേട്ടോ. 2 ദിവസം ഞങ്ങൾ അടിച്ചു പൊളിച്ചു. ഞങ്ങളുടെ കൂടെ കട്ടയ്ക്ക് എല്ലാത്തിനും എല്ലാം കൊണ്ട് കാണിക്കാനും ഓരോന്നൊക്കെ പറഞ്ഞു തരാനും ഒക്കെ സന്തോഷേട്ടൻ നിന്നിട്ടുണ്ടായിരുന്നു. റിസർവേഷനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒടുക്കലത്തെ തെള്ളായിരുന്നു കേട്ടോ. അങ്ങനെ എങ്ങനെയൊക്കെയോ വീട്ടിലെത്തിപ്പെട്ട്. പൊന്നോഷോ പൊന്നുവേ എന്തുവാടി പൊന്നോ, മിട്ടുവേ മിറ്റിട്ടാക്കിട്ട് പൊന്നെ. കഷ്ടം. ഇനി എങ്ങും പോകത്തില്ല കേട്ടോ അമ്മ. ഇനി എൻ്റെ പൊന്നിനെ വിട്ടിട്ട് എങ്ങും പോകത്തില്ല. അമ്മയുടെ ശുണ്ടറിനെ വിട്ടിട്ട് അമ്മ എങ്ങും പോകത്തില്ല കേട്ടോ. കഷ്ടം. ഒന്നും കഴിക്കുന്നില്ലായിരുന്നെന്ന്. മോൻചാച്ചനാണെങ്കിൽ മറ്റേ ഫുഡ് ഇവൻ്റെ ഫുഡ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അത് കൊടുത്തിട്ട് പോലും കഴിക്കുന്നില്ലായിരുന്നു. ഞാൻ കൊടുത്താലേ ഇവനാണെങ്കിൽ ഒന്നും കഴിക്കുന്നില്ലായിരുന്നു. മോൻചാച്ചനാണെങ്കിൽ ഫുഡ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇവന് കൊടുക്കാൻ വേണ്ടിയിട്ട്, അത് കൊടുത്തിട്ടും ഇവൻ കഴിക്കുന്നില്ല. ഞാൻ കൊടുത്താലേ കഴിക്കത്തുള്ളൂ, ഞാനില്ലെങ്കിൽ ഒരുമാതിരി ഭയങ്കര മൂഡ് ഔട്ടായിട്ടായിരുന്നു ഇരുന്നതെന്ന്. കഷ്ടം. ഞാൻ അങ്ങനെ വളർത്തിയത് കൊണ്ടായിരിക്കും, തപ്പി വളർത്തിയത് കൊണ്ടായിരിക്കും എൻ്റെ പൊന്ന്. ഇനി എങ്ങും പോകത്തില്ല കേട്ടോ, പൊന്നിനെ ഇട്ടിട്ട് ഇനി എങ്ങും ഞാൻ പോകത്തില്ല. കഷ്ടം. എന്തുകൊണ്ട് ക്ഷീണിച്ച് കണ്ടിട്ട് എനിക്ക് വിഷമം വരുന്നു, നല്ലപോലെ ക്ഷീണിച്ച്. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. പക്ഷെ അവിടുത്തെ ക്ലൈമറ്റ് നല്ലതാണ് കേട്ടോ. നമ്മൾ കറങ്ങി അടിച്ച് നടന്നെങ്കിലും നമുക്കൊരു എന്നുവെച്ചാൽ പെട്ടെന്ന് വയ്യാഴികയോ അങ്ങനെയൊന്നും. സാധാരണ ഇവിടെയൊക്കെ ആണെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും പോയി കഴിയുമ്പോൾ ഭയങ്കര തലവേദനയാണ്. പക്ഷെ തലവേദനയോ മാത്രമല്ല, അവിടുത്തെ ക്ലൈമറ്റ് നല്ലതായതുകൊണ്ട് ടാനൊന്നും അടിച്ചില്ല. എന്തായാലും എനിക്ക് അവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനിയും അവസരം കിട്ടിയാൽ ബാംഗ്ലൂർക്ക് പോകണം. എനിക്ക് ഇഷ്ടപ്പെട്ടു അവിടുത്തെ ക്ലൈമറ്റും അറ്റ്മോസ്ഫിയറും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി ഞാൻ ബാംഗ്ലൂർ പോവുകയാണെങ്കിൽ എൻ്റെ മിട്ടൂച്ചനെയും കൊണ്ടേ ഞാൻ പോകത്തുള്ളൂ. കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നതിന് വരെ എല്ലാവർക്കും ബൈ പറഞ്ഞേ. എല്ലാവർക്കും ബൈ പറഞ്ഞേ. എല്ലാവർക്കും ബൈ.